السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أما بعد. And very good evening to one and all. ഞാൻ എല്ലാവർക്കും ഓഡിയബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നു മുതൽ ഒരു യാത്ര ആരംഭിക്കുകയാണ്. അനൗദ്യോഗികമായിട്ടുള്ള യാത്രയാണ്. ഔദ്യോഗികമായുള്ള യാത്ര ഇൻഷാ അല്ലാഹ് നമ്മൾ ജൂലൈയിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു ജേണിയാണ് ഈ വരുന്ന 5 സെഷനുകളായിട്ട് 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ പരസ്പരം കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടുക, കൂടുതലായിട്ട് ഈ കോഴ്സിനെ കുറിച്ചും നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചും ഈ ഒരു സിസ്റ്റത്തെ കുറിച്ചും ഒക്കെ ഇൻഡെപ്ത് ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചില ആൾക്കാർക്കൊക്കെ എന്നെ പരിചയമുള്ളവരുണ്ടാകും. വഴിയെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അടുത്ത് ഇടപഴകാം. അപ്പം കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വളരെ ബ്രീഫായിട്ട് ദിസ് ഇസ് അബൌട്ട് മീ. കൂടുതൽ നിങ്ങളിവിടെ വരുന്ന സമയത്ത് ആസ് എ ടീം ലീഡർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എന്താ പറയുക, ആസ് എ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റനെ കുറിച്ച് ടീം ലീഡറെ കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ. ആരാണ് നമ്മുടെ കൂടെ, ആരാണ് എൻ്റെ ടീമിന്റെ ക്യാപ്റ്റൻ, ആരാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ യാത്ര പോകുമ്പോൾ. അപ്പം ആ ഒരു അർത്ഥത്തിൽ മാത്രം ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. കൂടുതൽ ഡീറ്റെയിലിംഗ് നമുക്ക് വഴിയെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. ചില ആൾക്കാർക്കൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂസ് പറഞ്ഞിരുന്നു. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പല സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ പലരും പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ഈ ഒരു സെഷൻസ് എല്ലാം തന്നെ റെക്കോർഡിംഗ് കൂടി ചെയ്യുന്നുണ്ട്. സോ സെഷൻസിന് ശേഷം നിങ്ങൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സമയത്ത് നിങ്ങൾക്ക് വീണ്ടും കേൾക്കണമെന്നുള്ളവർക്ക് കേൾക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് വരാം. നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ ഫിസിക്കലി വരികയും നമ്മുടെ അക്കാദമിയെക്കുറിച്ച് നേരിൽ കാണുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് അക്കാദമിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് എന്താ പറയാ, ഇനി ജൂലൈയിൽ നിങ്ങളിവിടെ വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ടൈം ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. മർക്കസ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ഇവിടുത്തെ കോച്ചിങ് സെന്റർ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഭാഗവാക്കാവാൻ പോവുകയാണ് നമ്മളെല്ലാവരും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു തീമിലാണല്ലോ, വൈ സിവിൽ സർവീസസ് എന്നുള്ള തീം. എന്തിന് നമ്മൾ സിവിൽ സർവീസസ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തിന് നമ്മുടെ കരിയർ ഓപ്ഷനായിട്ട് ഗവൺമെന്റ് സർവീസിലേക്ക് നമ്മൾ എത്തണം, ഇതിനുള്ളൊരു ഉത്തരമാണ് ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും ആസ്പിരൻസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റുഡൻറ് ലൈഫിൽ പ്രത്യേകിച്ച് +2 കഴിഞ്ഞതിന് ശേഷം എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളിടത്ത് പല സ്റ്റുഡൻസും, ഇപ്പൊ നിങ്ങളുടെ തന്നെ ഫ്രണ്ട് സർക്കിൾ ആവട്ടെ, നിങ്ങളുടെ ഫാമിലി സർക്കിളിലാവട്ടെ, നിങ്ങൾ പലരോടും സംസാരിച്ചിട്ടുണ്ടാകും എന്ത് ഇനി എങ്ങോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പാരൻസും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഇന്ന കോഴ്സ് വേണം എന്നുള്ളത്. അപ്പൊ അതിൽ ഇപ്പം ഈ ഒരു സെഷൻ കേൾക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് അടുത്തൊരു 3 വർഷം കഴിയുമ്പോഴേക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചു വന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇതൊരു വൺ സൈഡ് ആയിട്ട് പോകും. നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എനിക്ക് വേണ്ടത്. ഇതൊരു റേഡിയോ പോലെ അല്ല, നിങ്ങളും ഇതിൽ ഇടപെടണം. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഓരോരോ മോട്ടീവ്സ് ഉണ്ടാവും. ഞാൻ ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന റീസൺ കൊണ്ടാണ് ഈ ഒരു വേയിലേക്ക്, കാരണം ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുൻപിലുണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ മാറ്റിക്കൊണ്ട് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് എന്ന് ഒന്ന് പറയാമോ കുറച്ച് പേര്? എന്തുകൊണ്ടാണ് നിങ്ങൾ സിവിൽ സർവീസ് ചൂസ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ആയിട്ട് സിവിൽ സർവീസ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം,
അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഞാൻ ആരുടെ പേര് ചോദിക്കുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് തന്നെ വളണ്ടറി പറയാം. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ? ഞാൻ പറയുന്നത് മറ്റൊരാൾ എന്ത് വിചാരിക്കും? ഇവിടെ ആരും ഇല്ല കേട്ടോ. നമ്മൾ പരസ്പരം നമ്മുടെ ക്ലാസ് റൂമിൽ ഇനി പരിചയപ്പെടാൻ പോകുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. സോ യു ക്യാൻ പ്രൗഡ്ലി സേ ദിസ് ഈസ് വൈ ഐ ജോയിൻഡ് ആൻഡ് ദിസ് ഈസ് മൈ റീസൺ. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കും? ഒരു കാരണങ്ങളില്ല, വെറുതെ എന്നാ പിന്നെ ഗവൺമെന്റ് ജോബിലേക്കൊന്ന് നോക്കാം, വേറൊന്നും കഴിയാത്തത് കൊണ്ട്, അങ്ങനെയാണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്? എന്റെ ചോദ്യം ക്ലിയർ അല്ലേ? ആരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് റെസ്പോൺസ് ഒന്നും വരുന്നില്ലല്ലോ. ഒരാളെങ്കിലും ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു ആസ്ന. ഇനി അതുപോലെ പിന്നെ റെസ്പോൺസും കൂടെ വന്നോട്ടെ. എന്തുകൊണ്ടാണ് സിവിൽ സർവീസിലേക്ക്? ഓക്കെ, താങ്ക് യു റഷ. റഷക്ക് അത്തരത്തിലുള്ള ജോബിനോട് താല്പര്യമുണ്ട്. ഓക്കെ, യു ലൈക്ക് ദാറ്റ് ജോബ്, ദാറ്റ്സ് വൈ യു ചൂസ്. ഓക്കെ, ഗുഡ്, ഫൈൻ, വെരി ഗുഡ്. നിങ്ങൾ ആരും വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു? ആരുടെയും ഒരു എനർജി കാണുന്നില്ല. ഈവനിങ്ങിൽ ചായ ഒന്നും കിട്ടിയില്ല വീട്ടിൽ നിന്ന്? ആരും ഒന്നും? ഹാദിയ, വി നീഡ് ദാറ്റ് പവർ capability. ഓക്കെ, ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. നിഹാൽ, ഓക്കെ, ഗുഡ് നിഹാൽ, ഫൈൻ. സോ അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് സം റെസ്പോൺസ്. ഐ അപ്രീഷിയേറ്റ് വൺ ആൻഡ് ഓൾ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തും പറയാം. ഓക്കെ, വെരി ഗുഡ് മോയിനുൽ ഹക്ക്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഐ ഗോട്ട് സം റെസ്പോൺസ്. താങ്ക് യു ഓൾ. ഓക്കെ, സോ പ്ലസ് ടുവിന് ശേഷം നിങ്ങളൊക്കെ ഒരു പക്ഷേ അഭിമുഖീകരിച്ച, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു പക്ഷേ ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അതായത് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്, അപ്പോൾ അതിൽ എങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചൂസ് ചെയ്തൊരു ഭാഗമാണ് എനിക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് എത്തണം എന്നുള്ളത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് സർവീസുകളിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാ വർഷവും വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ എന്താണ് ആൾക്കാരെ ഈ ഗവൺമെന്റ് സർവീസിലേക്ക് ഇത്രയധികം? UPSCയുടെ കണക്കിന് എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും അറൌണ്ട് 10 lakh പ്ലസ് ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. SSCയിലേക്ക് വരികയാണെങ്കിൽ അതിനേക്കാൾ ഏറെ ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. PSCയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ LDCക്ക് 25 lakhന്റെ ആപ്ലിക്കേഷൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയൊക്കെ ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു സർവീസ് ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്നു? സോ എന്താണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം? അല്ലെങ്കിൽ നമ്മളെ എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളെ വേറെ ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു സെൽഫ് ഫയർ പതുക്കെ പതുക്കെ ഇങ്ങനെ വരും. ഒരു ഇഗ്നിഷൻ, ഒരു എന്താ പറയാ, ഒരു സ്പാർക്ക് ഇങ്ങനെ വരും. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ 2025 പൊതുവെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, പലരും പറയുന്ന ഒരു കാര്യമാണ്, തൊഴിലുകൾ പല മേഖലകളിലും അസ്തമിക്കുന്നുണ്ട്, തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് എന്നത്. പക്ഷെ ഒരു തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ പകരം പുതിയ പുതിയ തൊഴിലുകൾ അവിടെ ഇവോൾവ് ആയിട്ട് വരുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർവീസ് സെക്ടറുകളിലാണ് നമ്മളെല്ലാവരും ഈ ഇടപെടാൻ പോകുന്ന മേഖല എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടറാണ്. സർവീസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖല എന്നുള്ളത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് കോമ്പറ്റീഷൻ നടക്കുന്നത്? ഇനി ഗവൺമെന്റ് ആവട്ടെ, പ്രൈവറ്റ് ആവട്ടെ, ഇനി അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ടുള്ള ജോബ് ആവട്ടെ, എവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കോമ്പറ്റീഷനാണ്. നിങ്ങൾ ചാൾസ് ഡാർവിനെ കുറിച്ച്
നിങ്ങളുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ട്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ആരാണോ ഫിറ്റ് ആയിട്ടുള്ളത് അവർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ എന്നുള്ളത്. അതായത് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുൾ കോമ്പറ്റീഷനാണ്. അപ്പൊ ആ കോമ്പറ്റീഷൻ വേൾഡിൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, വി ഹാവ് ടു സർവൈവ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മത്സരത്തിൽ വി ഹാവ് ടു ബി ദ ബെസ്റ്റ്, നോട്ട് ദ ബെസ്റ്റ് അല്ലെങ്കിൽ എമംഗ് ദി ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അൾട്ടിമേറ്റ് ബെസ്റ്റ് ആവണം നമ്മൾ പറയുന്നില്ല, പക്ഷെ ആ ഒരു റേസ് മറികടക്കാനുള്ള എല്ലാവിധ കപ്പാസിറ്റീസും എല്ലാവിധ എന്താ പറയുക, നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ ആയുധങ്ങളൊക്കെ പടക്കോപ്പുകളൊക്കെ നമ്മൾ രാഗി മിനുക്കി തയ്യാറാക്കി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷൻ വേൾഡിൽ എങ്ങനെ സർവൈവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെ നമുക്ക് ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ +2 കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ളത് ഉണ്ടാകാം, ചിലതൊന്നും പരിചയമില്ലാത്തതുണ്ടാകാം. +2 കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ അവർ നേരിടേണ്ടി വരുന്ന ഒരു എക്സാമാണ് 2 എക്സാംസ്. ഒന്ന് നിങ്ങൾക്ക് പരിചയമുള്ള നീറ്റ് ആൻഡ് JEE എന്നുള്ളത് സയൻസ് മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് UG പഠനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ +2 ശേഷം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് CA-CMA എക്സാമുകൾ നടക്കാറുണ്ട്. ദെൻ 10ാം ക്ലാസ് യോഗ്യതയുള്ള +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, ആസ്പിരൻസിന് വേണ്ടിയിട്ട് 18 വയസ്സ് പൂർത്തിയായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമുകൾ നടത്താറുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രൂപ്പ് D, C, B തസ്തികകളിലേക്ക് വേണ്ടിയിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻസ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. റെയിൽവേയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ എക്സാമുകൾ നടത്താറുണ്ട്. ആൻഡ് ദ കിങ് എമംഗ് ദിസ് ഓൾ കോമ്പറ്റീഷൻ, ദാറ്റ് ഈസ് ദ UPSC, ഓൾ ഇന്ത്യ സർവീസിലേക്ക് നടത്തുന്ന എക്സാമാണ് UPSC എന്നുള്ളത്. ദ മദർ ഓഫ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ദ UPSC. അപ്പോൾ ഇതെല്ലാവരും വേറെ ഉണ്ട് കേട്ടോ. ഞാൻ ആർമി അല്ലെങ്കിൽ ഫോഴ്സിനെ കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാംസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സെഷൻ വരുന്നുണ്ട്. അടുത്ത സെഷനിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സര പരീക്ഷകളെ കുറിച്ചും ആ മത്സര പരീക്ഷകൾ ഇതിപ്പോൾ ഓരോ ബോഡികൾ നടത്തുന്ന എക്സാംസ് ആണ്, അപ്പോൾ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എത്രയൊക്കെ എക്സാമുകൾ നമുക്ക് എഴുതാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത സെഷൻസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പം കൂടുതലായിട്ട് പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു +2 കഴിയുന്നത് മുറയ്ക്ക് തന്നെ ഇന്ത്യയിലെ ഒരു ശരാശരി വിദ്യാർത്ഥി ഇഷ്ടം പോലെ എക്സാംസുകൾ അഭിമുഖീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ആ ഒരു അർത്ഥത്തിലാണ്. UPSC ഈസ് അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. അതിനുള്ളൊരു ഉത്തരമാണല്ലോ നമുക്ക് കിട്ടുന്നത്, എന്തുകൊണ്ട് നമ്മൾ സിവിൽ സർവീസിലേക്ക് നമ്മൾ വരണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഗവൺമെന്റ് സർവീസിലേക്ക് ജനങ്ങളെ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യയിലെ യുവാക്കളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്നു. അപ്പൊ നിങ്ങൾ തന്നെ പല ആൾക്കാരും പറഞ്ഞു ചില ആൻസേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലെ ഓരോരോ ഫാക്ടറുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും അധികം ആൾക്കാർ അതിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, അത് ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് ജോബ് സെക്യൂരിറ്റി എന്നുള്ളത്. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ്. അത് നമുക്ക് പല ആൻസേഴ്സ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡോട് ചോദിച്ചു നോക്കുക. ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ പഠനം നടത്തുന്നത് പഠിക്കുന്ന എന്തിനാണ്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്ത് ചെയ്യണം? ജോബ് കിട്ടണം. അതെല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. നിങ്ങൾ ഏത് പഠനം, നിങ്ങൾ ഏത് കോഴ്സ് നിങ്ങൾ എടുത്താലും എല്ലാവരും പറയുന്നല്ലേ, കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ഉടൻ ജോലി വേണം. തീർച്ചയായിട്ടും ജോലി എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് എന്നുള്ളത്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രത്യേകത, മറ്റുള്ള സെക്ടറുകളിൽ നിന്നും ഗവൺമെന്റ് സെക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഇപ്പൊ കോവിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ അല്ലെ. COVID-19 എന്നുള്ളത് നിങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു COVID-19 എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട പലർക്കും ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും.
സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവർക്ക് ബിസിനസ് ഡൗൺഫോൾ ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എംപ്ലോയിയുടെ ജോബ് നഷ്ടപ്പെട്ടതായിട്ട്? ഏറ്റവും സാധാരണഗതിയിൽ ഗവൺമെന്റ് സെക്ടറിലെ ഏറ്റവും ലോ ലെവൽ വരുന്ന ആളാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് പോലും, ഒരാൾക്ക് പോലും ഇന്ത്യയിൽ എന്തായിട്ടില്ല, ജോബ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഗവൺമെന്റ് ജോബിന്റെ ഏറ്റവും ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. സോ വൺസ് യു എൻ്റർ ഇൻ ദ സർവീസ് അൺടിൽ യു റിട്ടയർ ഓർ യു ടുക്ക് ദ VRS ഓർ റിസൈൻ, യു ഹാവ് ദ സെക്യൂരിറ്റി ഓവർ ദ ജോബ്. നിങ്ങൾക്ക് നോർമൽ കേസിൽ ഒരിക്കലും എന്താവില്ല, ജോബ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഈ ഒരു ഗവൺമെന്റ് ജോബിന്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ വേണം അല്ലേ? സാലറി കിട്ടണം. അപ്പൊ ഗവൺമെന്റ് ജോബിന്റെ അടുത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് സാലറി വിത്ത് അലവൻസസ്. പലപ്പോഴും പല സർവീസുകളിലും സാലറിയേക്കാൾ കൂടുതൽ അലവൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു പേ ഉണ്ടാകും, അതിനോട് കൂടെ ഡെയിലി അലവൻസ് ആയിട്ടും അഥവാ HR ഹൗസ് പിന്നെ ഹൗസ് ആൻഡ് അലവൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വീടില്ലെങ്കിൽ ഗവൺമെന്റ് വിൽ ഗീവ് യു ദ ക്വാർട്ടേഴ്സ്, ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളിൽ നിന്ന് താമസിക്കാം എന്നുള്ളതാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി, യു വിൽ ഗെറ്റ് ദ ടൈംലി സാലറി. എല്ലാ മാസവും ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ അല്ലെങ്കിൽ സെക്കൻഡ് വർക്കിംഗ് ഡേയിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് സാലറി കൃത്യമായിട്ട് തരും എന്നുള്ളതാണ്. നമുക്ക് മറ്റ് പ്രൈവറ്റ് മേഖലയിൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അവർ പറയുന്നത് ഫസ്റ്റ് വീക്കിൽ എന്നുള്ളതാണ്. പലപ്പോഴും അത് സെക്കൻഡ് വീക്കും തേർഡ് വീക്കും ഒക്കെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി, കൃത്യം എല്ലാ ദിവസവും 1-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ സാലറി വരുന്നുണ്ടോ എന്നുള്ളത്. പ്ലസ് നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ, ഐ മീൻ നോർമലി നമുക്ക് 60 അല്ലെങ്കിൽ 65 ആണ് ഗവൺമെന്റ് സർവീസിലെ ഒരു റിട്ടയറിംഗ് ഏജ് എന്നുള്ളത്. പെൻഷനും മറ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്യൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ നിങ്ങളുടെ സർവീസിനിടയിൽ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫാമിലിയിൽ, ഇപ്പൊ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മക്കൾക്ക് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ജോലി ഗവൺമെന്റ് കൊടുക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ സർവീസിൽ വരുന്ന സമയത്ത് നമ്മുടെ പേപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് കോൺസെന്റ് ലെറ്റർ ഒക്കെ ചോദിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കാണോ അത് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് നോമിനി ആയിട്ട് വെക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് എവിടെയുണ്ട്, ഗവൺമെന്റ് സർവീസിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ UPSCയിലേക്ക് വരികയാണെങ്കിൽ ഒരു സിവിൽ സർവീസ് ഓഫീസറായി വരുന്ന അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ആൾക്കാർക്ക് എത്രത്തോളം ചോദിക്കുകയാണെങ്കിൽ, സ്വന്തമായിട്ട് ഒരു ഗൺമാൻ ഉണ്ടാകും, വീട്ടിലേക്ക് 2 സെർവൻസിനെ പ്രൊവൈഡ് ചെയ്യും, ആൻഡ് യുവർ എഡ്യൂക്കേഷൻ, യുവർ ഹെൽത്ത് ആൻഡ് ഡെയിലി വാട്ട് യു ക്യാൻ സേ, നമുക്ക് ഡെയിലി വരുന്ന എക്സ്പെൻസുകളെല്ലാം തന്നെ ഗവൺമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോക്കറ്റിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. സോ ഇന്ന് പിന്നെ എന്താ പറയാ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സാലറി പാക്കേജ് തന്നെയാണ് ഗവൺമെന്റ് സർവീസിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് റീസൺ സം ഓഫ് ദി aspirants who would like to become a government servant. Then third one, that is the opportunity for your self growth. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ സിവിൽ സർവീസ് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തി ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും അല്ലേ? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പലരും നേരിട്ട് കണ്ടവരുണ്ടാകും. അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കളക്ടറെ ഞങ്ങൾക്ക് മഴ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലീവ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കളക്ടറോട് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷെ നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ളത് സിവിൽ സർവീസിലെ ഏറ്റവും ബോട്ടം ലെവലിൽ, താഴെ ലെവലിലുള്ള ഒരു ഓഫീസാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. ചിലർക്കറിയാം, പലർക്കും അറിയില്ലായിരിക്കും. അതായത് സിവിൽ സർവീസിലെ ഒരു തുടക്കക്കാരൻ മാത്രം, അതായത് വെറും 2 വർഷം സർവീസ് ഉള്ള ആൾക്ക് കൊടുക്കുന്ന ആ ഒരു പദവിയാണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ളത്. അപ്പം വെറും 2 വർഷം ഉള്ള പദവി, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കൊടുക്കുന്നതാണ് എന്ത്, ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ളത്. ഒരു ഡിസ്ട്രിക്റ്റിന് മൊത്തം ചുമതലയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഓരോ 2-3 വർഷം കഴിയുന്ന സമയത്ത് മാൻഡേറ്ററി ആയിട്ട്, അതായത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ഗവൺമെന്റ് തലത്തിൽ മാക്സിമം നിങ്ങൾക്ക് ഉയരാൻ പറ്റുന്ന വിശാലമായിട്ടുള്ളൊരു സാധ്യതകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ സർവീസിലൊക്കെയാണ് നിങ്ങൾ എൻറോൾ ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് UPSC കേസിലും SSC കേസിലും ഒക്കെ ആണെങ്കിൽ
ഇന്ത്യയുടെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള, അതായത് നമ്മൾ സ്വയം ഒന്ന് പോളിഷ് ചെയ്യപ്പെടാനുള്ള ആ ഒരു സാധ്യത കൂടി UPSC അടക്കമുള്ള ഓൾ ഇന്ത്യ സർവീസുകൾ നമുക്ക് തുറന്നു തരുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഓപ്ഷൻസ് ഫ്രം ദി ഗവൺമെന്റ് സപ്പോർട്ട്. ഗവൺമെന്റ് സർവീസിലേക്ക് എൻറോൾ ചെയ്യപ്പെടുന്ന എംപ്ലോയീസിനെ നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ, അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം AI ആൻഡ് റോബോട്ടിക്സ് വന്ന സമയത്ത് പല ഗവൺമെന്റ് എംപ്ലോയീസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഗവൺമെന്റ് തന്നെയാണ് അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവരെന്താക്കിയത്, ട്രെയിൻ ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ്. അതായത് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ വേൾഡിൽ വരുന്ന പുതിയ കാര്യങ്ങൾ ആദ്യം അറിയുന്നതും അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നതും ഗവൺമെന്റ് എംപ്ലോയീസിനാണ് എന്നുള്ളതാണ്. സോ യു വിൽ ഗെറ്റ് ദ ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഓപ്ഷൻ. എസ്പെഷ്യലി മുസോറിയിലെ ലാബ്സയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇനി എത്തിച്ചേരേണ്ട നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. UPSC-യിലേക്ക് ജോയിൻ ചെയ്യുന്ന സിവിൽ സർവൻസ് എല്ലാവരും അവരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ട്. ഇത് ഓരോ സർവീസിലും ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കുന്നു മാത്രം. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ആണ് ഇനീഷ്യലി നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്, പിന്നെ എല്ലാ പീരിയോഡിക്കലായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും എന്നുള്ളതാണ്. സോ യു വിൽ ഗെറ്റ് എ സെൽഫ് ഗ്രോത്ത്. അതിനുള്ള ഓപ്ഷൻസ് കൂടി എവിടെയുണ്ട്, ഗവൺമെന്റ് സർവീസുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നാലാമത്തെ ഒരു കാര്യം, നിങ്ങൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, യു വിൽ ഗെറ്റ് ദ റെസ്പെക്ട് ആൻഡ് ദ സോഷ്യൽ സ്റ്റാറ്റസ്. പ്രത്യേകിച്ച് ഒരു സിവിൽ സർവീസ് ഒഫീഷ്യൽ ആകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റൊരു SSC അല്ലെങ്കിൽ RRB പോലെയുള്ള ഗവൺമെന്റിലെ ഗ്രേഡ് AB കാറ്റഗറിയിലേക്ക് വരുന്ന ഒഫീഷ്യൽസിന് ഉണ്ടാകുന്ന ആ ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് മോർ ദാൻ യു എക്സ്പെക്ട്. അത് നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ്. എത്രത്തോളം ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് അത്ര തന്നെ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എന്നാൽ പോലും നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഗവൺമെന്റ് ഓഫീസിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു ഓഫീസിലെ സീനിയർ ഒഫീഷ്യൽസിന് ഉണ്ടാകുന്ന ആ ഒരു റെസ്പെക്ട് എന്തായിരിക്കും എന്നുള്ളത്. കേരളത്തിന് പുറത്താണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ പറയാ, ഒരു ഗ്രൂപ്പ് C അല്ലെങ്കിൽ ഗ്രൂപ്പ് D ഒഫീഷ്യൽസിന് പോലും കൊടുക്കുന്ന റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ദാൻ ഇൻ അവർ ഇമാജിനേഷൻ. അത്രയും വരുന്ന റെസ്പെക്ട് ആണ് സൊസൈറ്റി ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് കാണിക്കുന്നത് എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള റെസ്പെക്ട് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് വിൽ ബി uplifted once you enroll in the government services. And fifth one, that is the work-life balance. പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിന്റെ, അതായത് വളരെ റയർ ആയിട്ടുള്ള, ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പോലീസ് അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗവൺമെന്റ് സർവീസുകളും ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ആണ്. അതായത് 10 മണി മുതൽ 5 മണി എന്നുള്ള ആ ഒരു ഫിക്സഡ് വർക്കിംഗ് അവേഴ്സിന്റെ ഇടയിൽ മാത്രമാണ് ഗവൺമെന്റ് ബിസിനസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസ് റൺ ചെയ്യുന്ന ടൈം എന്നുള്ളത്. ആൻഡ് യു വിൽ ഗെറ്റ് ഓൾ ദ പബ്ലിക് ഹോളിഡേയ്സ് ആൻഡ് ദ വീക്കെൻഡ് വിത്ത് എ പേയ്മെന്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹോളിഡേയ്സിലും വീക്കെൻഡ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് യു വിൽ ഹാവ് യുവർ പേഴ്സണൽ ടൈം. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി യു വിൽ ഗെറ്റ് ഇനഫ് ടൈം. അപ്പൊ അങ്ങനെ ഒരു പലപ്പോഴും ഈ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫും അവരുടെ വർക്ക് ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഗവൺമെന്റ് പ്രത്യേകിച്ച് UPSC പോലുള്ള സർവീസിലേക്ക് വരുമ്പോൾ യു വിൽ ഗെറ്റ് ദ മോർ ടൈം. ഇപ്പം സെക്കൻഡ് ARC റിപ്പോർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ച സമയത്ത് ആ കമ്മീഷൻ പോലും ഫോക്കസ് ചെയ്തൊരു കാര്യമാണ് ഓൾ ഇന്ത്യ സർവീസ് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ സമയം എന്ത് ചെയ്യണം, പേഴ്സണൽ ലൈഫിന് വേണ്ടി കൊടുക്കണം എന്നത്. ഓക്കെ, അപ്പോൾ യു വിൽ ഗെറ്റ് ദി മോർ ടൈം ഫോർ യുവർ ഫാമിലി, ഫോർ യുവർ ട്രാവലിംഗ് ആൻഡ് യുവർ പേഴ്സണൽ നീഡ്സ്. അപ്പം പലപ്പോഴും സർവീസിലുള്ള ആൾക്കാർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പെയ്ഡ് ലീവോട് കൂടിയിട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് PGക്ക് വേണ്ടിയിട്ടും PhDക്ക് വേണ്ടിയിട്ടും മറ്റു പഠനങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ നിങ്ങൾ കാണാൻ പറ്റും. സോ ദ ഗവൺമെന്റ് വിൽ സപ്പോർട്ട് യു ഫോർ യുവർ ഫ്യൂച്ചർ ആസ്പിറേഷൻസ്. And more importantly, you will be part of the national building process. ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ ഡിഫൈൻ ചെയ്യുന്നതിൽ, ഇന്ത്യ എന്നുള്ള രാജ്യത്തെ ഷേപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ റോൾ വഹിക്കാൻ പോകുന്ന പില്ലറുകളാണ് ഗവൺമെന്റ് സർവീസിലേക്ക് കടന്നു വരുന്നത്, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ സർവീസിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ എന്നുള്ളത്. കാരണം നിങ്ങളാണ് ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളുമായിട്ടും
കമ്മ്യൂണിറ്റീസുമായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള, സോഷ്യലി മാർജിനലൈസ് ആയിട്ടുള്ള, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് കേഴുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകുക, അവർക്കൊരു കൈത്താങ്ങാകാൻ നമ്മൾ കാരണമാവുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് സർവീസ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ അനുഭൂതി എന്നുള്ളത്. ബാക്കിയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് പണമുണ്ടാകും, നമുക്ക് പവർ ഉണ്ടാകും, നമുക്ക് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഒരാളുടെ മുഖത്തൊരു പുഞ്ചിരി സമ്മാനിക്കാൻ നമ്മൾ കാരണക്കാരാവുക എന്നുള്ളത്, അത് തന്നെയാണ് നമ്മുടെ ലൈഫിന് ഒരു മീനിങ് ഉണ്ടാവുന്നത്. നമ്മുടെ ലൈഫ് വെറുതെ എല്ലാവരുടെ രാവിലെ ആകുന്നു, രാത്രിയാകുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു എന്നുള്ള അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളിവിടെ ജീവിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളം, അത് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പബ്ലിക് സർവീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസ് എന്നത്. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് വേണം, അല്ലേ? എല്ലാവർക്കും ഇപ്പം അംബാനിയെ പോലെയോ അദാനിയെ പോലെ അല്ലെങ്കിൽ പോട്ടെ യൂസ്ഫുലെ പോലെ ഒന്നും ക്യാഷ് ഉണ്ടാക്കാൻ കഴിയില്ല. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. പക്ഷെ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരാളുടെ ലൈഫ് നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഗ്രാമങ്ങളുടെ, നമ്മുടെ വില്ലേജുകളുടെ ഉന്നമനത്തിനായിട്ട് നമുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഭാഗമാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. സോ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എന്തുകൊണ്ട് ഗവൺമെന്റ് സർവീസിലേക്ക് നമ്മൾ എത്തിച്ചേരണം, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗവൺമെന്റ് സർവീസ് ജനങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പിക്ചർ, ഒരു മിനി പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തന്നു എന്ന് മാത്രം. ഇതിൽ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുൻപിലുണ്ട് എന്ന് നിങ്ങളൊന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻസ് ആണ് ഗവൺമെന്റ് സെക്ടറിലേക്ക് വേണ്ടിയിട്ട് നടക്കാറുള്ളത്. ഒഴിവുകളുടെ എണ്ണം കുറവായിരിക്കും, അപേക്ഷിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നേരത്തെ തുടങ്ങുക, ദെൻ യു വിൽ ഗെറ്റ് ദി ഏർലി സക്സസ്. പ്രത്യേകിച്ച് UPSC പോലെയുള്ള ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാരത്തോൺ ആയിട്ടുള്ള ഒരു റേസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ടോ അത്രയും നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓൾ ഇന്ത്യ സർവീസിലേക്ക് നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ വരുന്ന എണ്ണം കുറയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, എല്ലാവരും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ PG കഴിഞ്ഞതിന് ശേഷമോ ഒക്കെയാണ് ഗവൺമെന്റ് സർവീസിനെ കുറിച്ച് സീരിയസ് ആയിട്ട്, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് എന്താക്കുന്നത് അവര് ആലോചിച്ച് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും യു ടേക്ക് ടൈം. ഒരു 25-27 വയസ്സൊക്കെ ആകും നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ 2-3 വർഷം പ്രിപ്പയർ ചെയ്ത് വരുന്നത്. നേരെ മറിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തുകൊണ്ട് നേരെ മറിച്ച് ചിന്തിച്ചുകൂടാ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഡിഗ്രി കാലഘട്ടത്തിൽ ഡിഗ്രിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സോ വൺസ് യു കംപ്ലീറ്റഡ് ദ ഡിഗ്രി യു ആർ റെഡി ഫോർ ദി എക്സാം. ഡിഗ്രി കഴിഞ്ഞോടുകൂടി തന്നെ ഇന്ത്യയിലെ ഡിഗ്രി അടക്കം ഡിഗ്രി യോഗ്യതയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് UPSCയുടെ എക്സാംസ് ഉണ്ട്, SSCയുടെ എക്സാംസ് ഉണ്ട്, PSCയുടെ എക്സാംസ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാം തന്നെ ഈ രൂപത്തിൽ മർക്കസ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹാൻഡ്സൈ പ്ലസ് എന്നുള്ള രൂപത്തിൽ ഡിഗ്രി പ്ലസ് സിവിൽ സർവീസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഈ കോഴ്സിനെ നമ്മൾ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു കാരണം ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പലരും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. നിങ്ങളുടെ കൗൺസിലിംഗ് സെഷൻസിൽ അക്കാദമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്താണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ. നമ്മൾ കാരണം ജേണി നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ജേണിയിൽ നിന്നും മറ്റുള്ള ഒരു കണ്ടംപററി കോഴ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഡിഗ്രി കോഴ്സിൽ നിന്നും നമ്മുടെ ഈ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സിന്റെ ഒരു യുണീക്ക്നെസ് എന്താണ് എന്ന് നമ്മളാണല്ലോ ആദ്യം മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത്.
അപ്പൊ അതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് 5 കാര്യങ്ങളിലാണ്. ഒന്ന്, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ യു വിൽ ഗെറ്റ് എ മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രി. ഈ മൾട്ടി ഡിസിപ്ലിനറി പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 അലൈൻ ചെയ്തുകൊണ്ട് UPSC സിലബസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, അഥവാ UPSCയുടെ GS പേപ്പർ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സിലബസ് ആണ് മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രിയിൽ വരുന്നത്. ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള കോർ സബ്ജക്റ്റുകളും കൂടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും എൻവയോൺമെന്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റും വാല്യൂ എഡ്യൂക്കേഷനും ഒക്കെ വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഒരു ഡെലിവറബിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് യുവർ റെഡിനെസ് ഫോർ ദി എക്സാം പ്രിപ്പറേഷൻസ്. അതായത് ഇന്ത്യയിൽ വ്യത്യസ്ത ബോഡികൾ നടത്തുന്ന UPSC ആവട്ടെ, SSC ആവട്ടെ, RRB ആവട്ടെ, സ്റ്റേറ്റ് PSCകളാവട്ടെ, ഇവർ നടത്തുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള, +2 യോഗ്യതയുള്ള എക്സാമുകൾ നമ്മൾ ഇവിടെ വന്നത് മുതൽ തന്നെ നമ്മൾ എന്താവുകയാണ്, എഴുതാൻ പോവുകയാണ് എന്നുള്ളത്. അതായത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ യു വിൽ ബി റെഡി ഫോർ ദി എക്സാമിനേഷൻസ്. നിങ്ങൾ ജസ്റ്റ് കുറെ തിയറി മാത്രം പഠിക്കുക എന്നുള്ളതല്ല, ഈ ഒരു കാലയളവിൽ വരുന്ന എല്ലാ എക്സാമുകളും നമ്മൾ എന്ത് ചെയ്യും, എഴുതും എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാ എക്സാമുകൾക്കും നമ്മുടെ കോഴിക്കോട് സെന്ററും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട, എവിടെയും ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഫോർ ദി ഗേൾസ്, യു ഡോണ്ട് നീഡ് ടു പേ എ സിംഗിൾ എമൗണ്ട് ഫോർ ദിസ് എക്സാമിനേഷൻ. ഗേൾസിന് ഈ പറയുന്ന എക്സാം ഒന്നും തന്നെ എഴുതാൻ ഒരു രൂപ പോലും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് സെറ്റ് ചെയ്ത റൂളാണ്. സോ യു ക്യാൻ ചെയർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ ഗവൺമെന്റ് തരുന്നുണ്ട് എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലാത്തവർക്ക് നോമിനൽ ആയിട്ടുള്ള ഒരു 100 രൂപ ആയിരിക്കും നോർമലി SSC ഈടാക്കുന്ന ഒരു എമൗണ്ട് എന്നുള്ളത്. PSCക്ക് സാധാരണഗതിയിൽ പേയ്മെന്റ് ഒന്നും അവർ വാങ്ങാറില്ല. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന എക്സാംസ് എല്ലാം തന്നെ നമ്മൾ എഴുതും എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ കാര്യം, വി വിൽ ഫോക്കസ് ഓൺ ദ മോറൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ തന്നെ ഒരുപാട് ന്യൂസുകൾ വായിക്കുന്നുണ്ടാകും. പലപ്പോഴും ഈവൻ പല ഹൈ ലെവലുള്ള ഒഫീഷ്യൽസ് പോലും കറപ്ഷൻ കാര്യത്തിൽ, അല്ലെങ്കിൽ പല എന്താ പറയുക, അസാൻമാർഗികമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും, അതുപോലെ തന്നെ സൊസൈറ്റിക്ക് മാതൃകയാകേണ്ട ആൾക്കാർ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് മുമ്പ് നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള ആളാണല്ലോ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നത്, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളായിരുന്നു. നമ്മുടെ ഡ്രീം എന്നുള്ള രീതിയിൽ സ്വപ്നം കാണാൻ ഒരുപാട് പ്രേരിപ്പിച്ച, സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും പ്രചോദനം നൽകിയിട്ടുള്ള നമ്മുടെ മുൻ രാഷ്ട്രപതി. അദ്ദേഹം ഒരിക്കൽ പിന്നെ പാർലമെന്റിൽ നടന്നൊരു സെഷനിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ലീഡേഴ്സിനെ നമുക്ക് ലഭിക്കാതാകുന്നു എന്നുള്ളതാണ്. അതായത് മൊറാലിറ്റി നഷ്ടപ്പെട്ട, എത്തിക്സ് എന്താണെന്ന് അറിയാത്ത ഒരു പറ്റം യൂത്താണ്, അല്ലെങ്കിൽ ഒരു പറ്റം യുവാക്കളാണ് കടന്നു വരുന്നത് എന്നതാണ്. നമ്മളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ യൂത്ത്, യങ് ഏജ് ഉള്ള ഒരു രാജ്യം എന്നുള്ളത്. ലോകത്തെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യവും നമ്മൾ തന്നെയാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള രാജ്യവും നമ്മൾ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊറാലിറ്റി നഷ്ടപ്പെടുന്ന, മോറൽ പ്രിൻസിപ്പിൾസ് കീപ്പ് ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യുവത നമുക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പം മോറലി ആൻഡ് എത്തിക്കലി വെൽ സൗണ്ട് ആയിട്ടുള്ള ലീഡേഴ്സിനെ, ഫ്യൂച്ചർ സിവിൽ സർവൻസിനെ വാർത്തെടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യമാണ് എന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് തിങ്, യു വിൽ ഗെറ്റ് ദി എസെൻഷ്യൽ സ്കിൽ ട്രെയിനിങ് ടു ബിക്കം എ സിവിൽ സർവീസ് ഓഫീസർ. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആവാൻ നിങ്ങൾക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽസുകൾ ഉണ്ട്. യു ഹാവ് ടു എന്താ പറയുക, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വേണം, ഡിബേറ്റിംഗ് സ്കില്ല് നമുക്ക് വേണം, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് വേണം, ആൻഡ് റൈറ്റിംഗ് സ്കില്ലുകൾ നമുക്ക് വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആൻഡ് ആക്ഷൻസ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആൻഡ് യു വിൽ ഗെറ്റ് ദി സ്കിൽ ട്രെയിനിങ്. ആൻഡ് ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ദി ഹാർഡ് സ്കിൽ ആസ് വെൽ, ലൈക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് അറിയാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് MS ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ മിനിമം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് എല്ലാവർക്കും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി യു വിൽ ഗെറ്റ് ദി മെന്റർഷിപ്പ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള. കാരണം ഇതൊരു റെസിഡൻഷ്യൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ദ ടീച്ചേഴ്സ് ആൻഡ് മെന്റേഴ്സ് വിൽ ഓൾവേസ് വിത്ത് യു. നിങ്ങളുടെ കൂടെ തന്നെ, നിങ്ങൾ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ നിങ്ങളുടെ കൂടെ മെന്റേഴ്സ് ഉണ്ടാകും, ഇവിടെ ക്ലാസ് റൂമിലാണെങ്കിൽ ക്ലാസ് റൂമിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ത്രൂ ഔട്ട് യുവർ ജേർണി ദ മെന്റർ വിൽ ബി വിത്ത് യു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പും കരിയർ ഗൈഡൻസ് ആൻഡ് അവയർനെസ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു 5 കാര്യങ്ങളിൽ, ഈ ഒരു 5 കോർ പില്ലറുകളിൽ നിന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ എന്താക്കിയിട്ടുള്ളത്,
ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ വി ആർ വെരി എക്സൈറ്റഡ് ടു സീ യു ഓൺ ജൂലൈ. ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞ് ജൂലൈയിൽ നമ്മളെല്ലാവരും വരുമ്പം നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാനും നേരിൽ സംസാരിക്കുവാനും നിങ്ങളുടെ കൂടെ ഈ ഒരു ജേണിയിൽ ജോയിൻ ചെയ്യാനൊക്കെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ വൺസ് അഗെയിൻ എല്ലാവരെയും എൽസന IAS അക്കാദമി ഫാമിലിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് വി വിൽ ഓൾവേസ് വിത്ത് യു ഫോർ ഓൾ യുവർ നീഡ്സ്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി വി വിൽ ബി വിത്ത് യു. ആ ഒരു അഷുറൻസ് ആണ് എനിക്ക് നിങ്ങളോട് ബീങ് എ ക്യാപ്റ്റൻ, ബീങ് എ ടീം ലീഡർ എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുറേ നേരമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ദിസ് എ ടൈം ഫോർ ദ ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, പാരൻസും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം. പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതർവൈസ് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ്, എന്തെങ്കിലും ക്ലാരിറ്റി കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ സോ യു ക്യാൻ ആസ്ക്. സോ നാളത്തെ നമ്മുടെ അടുത്തൊരു സെഷൻ വരുന്നത്, നെക്സ്റ്റ് സെഷൻ വരുന്നത് ഈ ഒരു സർവീസുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. എന്തൊക്കെയാണ്, എന്താണ് UPSCയിലെ സർവീസുകൾ എന്തൊക്കെയാണ്, എന്താണ് SSCയിൽ വരുന്ന സർവീസ് എന്തൊക്കെയാണ്, RRBയിൽ എന്തൊക്കെ സർവീസ് വരുന്നുണ്ട്, PSCയിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇതല്ലാതെയും വേറെയും ഒരുപാട് സർവീസുകൾ നമുക്ക് ഉണ്ട് ഇന്ത്യയിൽ. അപ്പം ഇന്ത്യയിലെ ഗവൺമെന്റ് സെക്ടറുകളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സെഷനാണ് ഇനി അടുത്തൊരു സെഷനിൽ നമുക്ക് വരാനുള്ളത്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു വിശാലമായിട്ടുള്ള ഗവൺമെന്റ് സർവീസ് എന്നുള്ള ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് നെക്സ്റ്റ് സെഷനിൽ കിട്ടും. ഇതൊരു ഇൻട്രൊഡക്ടറി സെഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ആമുഖം നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. ഓക്കെ, സോ എൻ്റെ ഡിസ്കഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇനി നമുക്കൊരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം. Okay, so this is the time for that. മൈക്ക് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. മൈക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഫ്യൂച്ചർ ലീഡേഴ്സിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള ഗഡ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പാരൻസിനോട് ചോദിക്കുക, ടീച്ചേഴ്സിനോട് ചോദിക്കുക, നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന ആൾക്കാരോട് നിരന്തരമായി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഫോർ ദി ലേണിംഗ് പ്രോസസ്. പറയൂ, ക്ലിയർ ആണോ എല്ലാവർക്കും? നേരത്തെ പറഞ്ഞതുപോലെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആൾക്കാരാണോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്? നമ്മുടെ കോഴ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ല. എന്താണ് നമ്മുടെ കോഴ്സ്, എന്തിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്, എന്താണ് ഈ കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്, ഇതിന്റെ പർപ്പസ് എന്താണ്, അതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. പൊതുവിൽ നമ്മൾ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടർ എന്നുള്ളത്, അതിൻ്റെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ അതെന്തുകൊണ്ട് നമുക്ക് ബെനിഫിഷ്യൽ ആകും എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് ചർച്ച ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ബ്രീഫായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള വ്യത്യസ്ത സെഷനുകൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിലുണ്ട്. അതാത് സെഷനുകളിൽ അതാത് തീമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, നിഹാൽ എന്താ ചോദിച്ചത്? മോറൽ സ്റ്റഡീസ്. ഓക്കെ, മോറൽ സ്റ്റഡീസ് ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ട് നമുക്ക് കിട്ടേണ്ട, ഇപ്പം ബീങ് എ എന്താ പറയാ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പം ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മെത്തഡോളജി അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ പലരും മദ്രസകളിലൊക്കെ പോയവരുണ്ടാകും, അല്ലെങ്കിൽ മദ്രസ പഠനമൊക്കെ നടത്തിയവരുണ്ടാകും. അങ്ങനത്തെ ഒരു മദ്രസ സിസ്റ്റം ഒന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആസ് എ മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ഉണ്ടല്ലോ, ഒരു റോൾ മോഡൽ ആയിരിക്കണം. കാരണം നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങേണ്ട ആൾക്കാരാണ്. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആൾക്കാരാണ്. ദ പബ്ലിക് വിൽ ലുക്ക് യു. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ നിങ്ങളെ ശ്രദ്ധിക്കും,
ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ സൊസൈറ്റി നിങ്ങളെ ശ്രദ്ധിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സൊസൈറ്റി നിങ്ങളെ ഇങ്ങനെ വളരെ റെസ്പെക്റ്റോടുകൂടി നോക്കുമ്പോൾ യു ഷുഡ് ബി ആൻ ഐഡിയൽ ഫോർ ദം, യു ഷുഡ് ബി എ റോൾ മോഡൽ ഫോർ ദം. അപ്പൊ അവിടെ ഒരു ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്ന, ഇസ്ലാമിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു സിവിൽ സർവൻ്റ് ആവുക അല്ലെങ്കിൽ ഗവൺമെന്റ് സർവൻ്റ് ആവുക എന്ന് പറയുമ്പം ഹിയർ ആഫ്റ്റർ വേൾഡിലും നിങ്ങൾക്ക് ഒരുപാട് റിവാർഡുകൾ അതിലൂടെ കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ നീയത്ത് നന്നാവുകയാണ്. നമ്മളെപ്പോഴും സാധാരണ പറയുന്ന ആൾ, നമ്മളൊരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ ഇന്റൻഷൻ നന്നാവുക, നമ്മുടെ നീയത്ത് നന്നാവുക എന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, മനസ്സിനെ പാകപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ജേണിയിലേക്ക് വരുമ്പോൾ ഒരു മറ്റുള്ളൊരു സിവിൽ സർവൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ലൈഫിൽ ഇസ്ലാമിക് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിവിൽ സർവൻ്റ് ആവണം എന്നുള്ള ആ ഒരു നീയത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ എന്താ പറയാ, സാധാരണഗതിയിൽ ഒരു ഹദീസ് ഉണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നുള്ളത്. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ നീയത്തിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നീയത്ത്, ഇന്റൻഷൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ, സോ യു വിൽ ഗെറ്റ് ദ റിവാർഡ് ഫ്രം ദി അള്ളാഹ്. ഒരു മുസ്ലിമിന്റെ ലൈഫ് അങ്ങനെയാണല്ലോ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് അള്ളാഹിന്റെ അടുത്ത് നിന്ന് റിവാർഡുകൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന്. റിവാർഡുകളുടെ കാലഘട്ടം ആയതുകൊണ്ടാണ് റിവാർഡ് പറയുന്നത്. അപ്പോൾ അത് ഗൂഗിൾ പേയുടെ റിവാർഡ് പോലെയല്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് യു വിൽ ഗെറ്റ് ദി റിവാർഡ് ഫ്രം ദിസ് വേൾഡ് ആൻഡ് യു വിൽ ഗെറ്റ് ദ റിവാർഡ് ഫ്രം ദി നെക്സ്റ്റ് വേൾഡ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. നമുക്കൊരു നെക്സ്റ്റ് വേൾഡ് വരാനുണ്ടെന്നും ആ നെക്സ്റ്റ് വേൾഡിൽ കൂടി നമുക്ക് ബെനിഫിഷ്യൽ ആകണം നമ്മുടെ ഈ ഒരു അങ്ങനെയാണല്ലോ നമ്മൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറ എന്നല്ലേ നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. നമുക്ക് ഈ ലോകത്തും പരലോകത്തും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് രക്ഷ വേണം, സമാധാനം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രൂപത്തിൽ നിങ്ങളെ സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ സംതിങ് യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് മോറൽ സ്റ്റഡീസ് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി സംതിങ് ഡിഫറെന്റ്. അതിപ്പോ അത് എനിക്കിങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ വന്ന് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഐ ക്യാൻ പ്രോമിസ് യു. നിങ്ങൾ സാധാരണ ഒരു കണ്ടംപററി മദ്രസകളിലോ അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങളിലോ കണ്ട് പരിചയിച്ച ശീലിച്ച ഒരു കാര്യമായിരിക്കില്ല. സംതിങ് ഡിഫറെന്റ് ആൻഡ് ഇറ്റ് ഓൺ മോർ ഓൺ പ്രാക്ടിക്കൽ തിങ്സ്. കുറച്ചും കൂടെ പ്രാക്ടിക്കൽ, തിയറി ആയിരിക്കില്ല, കൂടുതൽ പ്രാക്ടിക്കൽ കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. റഷ് എന്താണ് ചോദിച്ചിട്ടുള്ളത്, മോറൽ സ്റ്റഡീസിന് ബുക്സ് ആൻഡ് എക്സാംസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. യെസ്, ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് സം കൈൻഡ് ഓഫ് നോട്ട്സ്. ഞാൻ ബുക്സ് എന്ന് പറയുന്നില്ല, യു വിൽ ഗെറ്റ് സം നോട്ട്സ്. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ നോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഒരു കപ്പാസിറ്റി, എല്ലാവരുടെയും ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പലതും നമ്മൾ മറന്നു പോകും. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. യു വിൽ ഗെറ്റ് ദ മെറ്റീരിയൽസ് ഓൾസോ. എക്സാംസ് ഉണ്ടാവുമോ ചോദിക്കുകയാണെങ്കിൽ യെസ്, എക്സാംസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം നമുക്ക് അറിയാമെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും, ചെറിയ രൂപത്തിലുള്ള ഒരു എക്സാംസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് കറക്റ്റീവ് മെഷേഴ്സ് വേണമല്ലോ. നമ്മൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയിട്ടുള്ളത്, നമ്മൾ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിലുള്ള എക്സാംസും നിങ്ങൾക്ക് ഉണ്ടാകും. യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ആസ് വെൽ. യു വിൽ ഗെറ്റ് എ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വൺസ് യു കംപ്ലീറ്റഡ് ദ കോഴ്സ്. ഓക്കെ, ഐ ഹോപ്പ് റഷാദ് ക്ലിയർ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ ഡൗട്ട്സ്? ആദ്യ ചോദിച്ചത് നോട്ട്ബുക്സ് എല്ലാം അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുമോ എന്നത്. നോട്ട്ബുക്സ് എല്ലാം അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. നോട്ട്ബുക്സ് ഉദ്ദേശിക്കുന്നത് എഴുതുന്ന നോട്ട്ബുക്സ് ആണെങ്കിൽ അത് സാധാരണഗതിയിൽ നമ്മൾ നോട്ട്ബുക്കുകൾ അത് നിങ്ങൾക്ക് സ്കൂൾ പഠിക്കുന്ന സമയത്തും ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്തൊക്കെ നോട്ട്ബുക്കുകൾ നിങ്ങൾ തന്നെ ചെയ്യാറില്ലുള്ളത്. നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക്
മെറ്റീരിയൽസ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നോട്ട് ദി നോട്ട്ബുക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരിക. ക്ലാസ് ടൈമും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ടൈം ടു ടൈം ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ്, എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുക, എത്ര എത്ര സമയം നമുക്ക് ഉണ്ടാകും എന്നുള്ളത്. നമ്മളിവിടെ ഒരു റെസിഡൻഷ്യൽ സ്ഥാപനമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് ഒക്കെ ആ രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ യു ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് ദി കംപ്ലീറ്റ് പിക്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എങ്ങനെയാണ് എന്നുള്ളത്. അത് നിങ്ങൾ എന്തായാലും ജൂലൈയിൽ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ജൂലൈയിൽ വരുന്ന സമയത്ത് ദ വെരി ഫസ്റ്റ് ഡേ യു വിൽ ഗെറ്റ് ദ കംപ്ലീറ്റ് പിക്ചർ. ഇവിടുത്തെ ഒരു ഡേ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഇതിങ്ങനെ കുറെ ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ കൂടുതൽ പറയുന്നതിലല്ല, നമ്മൾ കൂടുതലായിട്ട് എക്സ്പീരിയൻസിലൂടെ നമ്മളത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി എന്നുള്ളത്. ജമീൽ എന്താ ചോദിച്ചത്, an average student can crack UPSC എന്നുള്ളത്. UPSC ഒരു പ്രത്യേകത എന്താണെന്ന് അറിയണം. UPSC സിവിൽ സർവീസ് ആണെന്ന് ചോദിക്കുന്നത്. UPSC എന്ന് പറയുമ്പോൾ UPSC ഒരുപാട് എക്സാംസ് നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ജമീലിന്റെ ചോദ്യം UPSCയുടെ സിവിൽ സർവീസിനെ കുറിച്ചായിരിക്കും തോന്നുന്നു. ജമീൽ, ഞാൻ 2-3 ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള 2 ആൾക്കാർ. ഒന്ന് ജമീൽ ഒരു വിജയൻ എന്ന് പറയുന്ന കോഴിക്കോട്. ജമീലിന്റെ നാട് എവിടെയാണ്? ജമീൽ എവിടുത്തുകാരനാണ്? കോഴിക്കോട്ടുകാരനാണോ? മലപ്പുറത്താണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ മലപ്പുറത്ത് തൊട്ടടുത്തുള്ള ജില്ലയായിട്ടുള്ള നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വിജയൻ എന്നു പേരുള്ള ഇന്ന് നമ്മുടെ കേരള പോലീസിലെ ADGP ആണ്, സോറി DGP ആയിട്ടുണ്ട്. മുൻ ADGP ആയിരുന്നു, ഇപ്പം DGP റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ജമീൽ കേട്ടിട്ടുണ്ടോ? ആ വിജയൻ എന്നുള്ള ഓഫീസർ, അദ്ദേഹം 10ാം ക്ലാസ്സിൽ തോറ്റൊരു വ്യക്തിയാണ്. പിന്നീട് പ്രൈവറ്റ് ആയിട്ടാണ് അദ്ദേഹം 10ാം ക്ലാസ് പാസ്സാകുന്നത്. +2 കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. ഡിഗ്രിയും ഈ പറഞ്ഞതുപോലെ ഒരു 40-50% മാത്രം മാർക്ക് ഒരാളാണ്. ആൻഡ് നൗ ഹീസ് എ DGP ഇൻ കേരള. അതുപോലെ ഞാൻ മറ്റൊരു, ഇപ്പം നിങ്ങളൊരു പക്ഷേ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു നോവലും മൂവിയും ഉണ്ടാവും, ദ 12th ഫെയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മൂവിയും അതുപോലെ തന്നെ നോവലും ആയിരുന്നു 12th ഫെയിൽ. 12ാം ക്ലാസ്സിൽ തോറ്റ ഒരു വ്യക്തി IAS കാരനായിട്ടുള്ള ഒരു ബയോപിക് ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ IQ അല്ല UPSC ചെക്ക് ചെയ്യാൻ പോകുന്നത്. UPSC വേണ്ടത് ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന, കോമൺ മാൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇപ്പം 2016 ഒരു ബോർഡിൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. 2016 അഗർവാൾ സാർ എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബോർഡിൽ അന്ന് IIT ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ള ഒരു ആസ്പിരന്റ് ഇന്റർവ്യൂവിൽ വന്നിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിൽ വന്ന സമയത്ത് ആ ബോർഡ് അയാളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ശരിക്കും വരേണ്ടത് സിവിൽ സർവീസിലേക്കല്ല, കാരണം നിങ്ങളുടെ ബ്രെയിൻ ആവശ്യമുള്ളത് സയൻസ് ആൻഡ് റിസർച്ച് മേഖലയിലാണ്. കാരണം IQ കൂടിയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? സയൻസ് ആൻഡ് റിസർച്ച് മേഖലയിലാണ്. യു ഷുഡ് ഗോ ദെയർ എന്നുള്ള രീതിയിൽ ബോർഡ് അവരെ റെക്കമെൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഇത് IQ കൂടുതലുള്ള, അതല്ലെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, എക്സലന്റ് ആയിട്ടുള്ള, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സാധനമല്ല എന്ത് UPSC സിവിൽ സർവീസ് എന്നുള്ളത്. നിങ്ങൾ സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കുക. പ്രത്യേകിച്ച് എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ, നമുക്ക് എന്തായാലും ഇവിടെ വരുന്ന സമയം നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. ബട്ട് സ്റ്റിൽ നിങ്ങളിപ്പോൾ ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ, വെറുതെ ഒന്ന് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക. അതിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെ അത് എഴുതുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ എന്തുകൊണ്ട് പല ആൾക്കാരും ഇത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ചോദിക്കാൻ? ബിക്കോസ് ഓഫ് ദി കൺസിസ്റ്റൻസി. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു. അത് ഇതൊന്നും മാത്രമല്ല, നിങ്ങളൊരു സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകും. സ്പോർട്സിൽ മാറ്റേഴ്സ് ആവുന്നു. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ ടീമുകൾ വലിയ വലിയ ടീമുകൾക്കെതിരെ വിജയം നേടുന്നത് എങ്ങനെയാണ്? അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു എന്ന്. ഇപ്പം ഫുട്ബോളൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം ഫിഫയുടെ ക്ലബ്ബ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സ്പോർട്സ് പേജിലൊക്കെ കാണാൻ പറ്റും, പല ചെറിയ, നമ്മൾ ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത പല ക്ലബ്ബുകളും വലിയ വലിയ യൂറോപ്യൻ ക്ലബ്ബുകൾക്കെതിരെ വിജയങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ദെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദെയർ കൺസിസ്റ്റൻസി. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ആറ്റിറ്റ്യൂഡ്.
എനിക്കത് കഴിയും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ദെൻ സക്സസ് വിൽ കം. നമ്മൾ സക്സസ് എന്നതിനെ കുറിച്ച് നമ്മൾ വറീഡ് ആവുക എന്നുള്ളതല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ ഇതാർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നതാണ്. ഐ ഹോപ്പ് ജമീൽ ക്ലിയർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഗ്രൂപ്പും ഓപ്പൺ ആയിരിക്കും. ഇനി എന്ത് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ആൻഡ് യു വിൽ ഗെറ്റ് ദി റെസ്പോൺസ് ത്രൂ ദി ഗ്രൂപ്പ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ ഗ്രൂപ്പ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് എന്നാൽ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ, സോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാവരും ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യാൻ. പറയൂ. ഞാൻ +2 സയൻസ് സ്ട്രീം ഉണ്ടായിനി, അപ്പൊ അത് എനിക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് വരുമോ? +2 നിങ്ങൾ ഏത് സ്ട്രീം എടുത്തു എന്നുള്ളതല്ല, സയൻസ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ അതും കൂടെ പറയാം. നമ്മൾ പറയുമ്പോൾ രണ്ട് സൈഡും ചിന്തിക്കണ്ടേ. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്സ് അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി അഥവാ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടാവും മറ്റുള്ളവർ അപേക്ഷ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുക ജനറൽ സ്റ്റഡീസിന്റെ കാര്യത്തിലായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാമിൽ ഫ്രം ദി വെരി ബേസിക്, നിങ്ങളുടെ ഇത് മാത്സ് ആവട്ടെ, GK ആവട്ടെ, കറണ്ട് അഫേഴ്സ് ആവട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും യു വിൽ സ്റ്റാർട്ട് ഫ്രം ദി വെരി ബേസിക് മുതൽ തന്നെ നിങ്ങളെ സെറ്റ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ സയൻസ് ആണെന്നോ കൊമേഴ്സ് ആണെന്നോ ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ള ഒരു വേർതിരിവും ഗവൺമെന്റ് സർവീസ് എക്സാംസിൽ ഇല്ല എന്നുള്ളതാണ്. ആൻഡ് യു ഹാവ് എൻ അഡ്വാൻറ്റേജ്. കാരണം പലപ്പോഴും നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി അതാണല്ലോ ഏറ്റവും ടൈം എടുക്കുന്ന ഒരു കാര്യമെന്നുള്ളത്. അതിൽ നിങ്ങൾക്കൊരു എഡ്ജ് ഉണ്ടാകും എന്നുള്ളതാണ്. എന്ന് കരുതി ഞാൻ മറ്റുള്ളവരെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസിൽ, ഐ മീൻ ഹ്യൂമാനിറ്റീസുകാർക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്, ജനറൽ സ്റ്റഡീസ് യു വിൽ ഹാവ് ആൻ എഡ്ജ്, ആൻഡ് ഫോർ ദ സയൻസ് യു ഹാവ് ആൻ എഡ്ജ് ഓവർ ദി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അപ്പോൾ ഒരു പോയിന്റ് രണ്ട് വശങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ സയൻസ് ഞാൻ എടുത്തു എന്നുകൊണ്ട് പിന്നെ ഇതിൽ ഒരു എന്താ പറയാ നിങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജ് ഇല്ല. മാത്രമല്ല UPSCയുടെ ഒരു റേഷ്യോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ UPSC ക്രാക്ക് ചെയ്യുന്ന ഒരു 50% ആൾക്കാരും സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ് എന്നതാണ്. അതെന്തുകൊണ്ട് എന്നുള്ളത് ഞാനത് പിന്നീട് പറഞ്ഞുതരാം, എന്താണ് അതിന്റെ കാരണം എന്ന്. ദർ ഷുഡ് ബി സം റീസൺ എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ അതിലേക്ക് എത്തുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഓക്കെ, ആ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം കുറെ ഈ ഒരു റീസെന്റ് ട്രെൻഡ്സ്, ഒരു 2-3 വർഷത്തെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരും കയറി വരുന്നുണ്ട്. സോ വൺസ് ദേ അണ്ടർസ്റ്റുഡ് വാട്ട് ദ മിസ്റ്റേക്ക് ദേ ഹാവ് ഡൺ ഇൻ ദെയർ പ്രിപ്പറേഷൻസ്. അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്നല്ല, നമ്മൾ നമ്മുടെ വീക്ക്നെസ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഐഡന്റിഫൈ ചെയ്യാനും റെക്ടിഫൈ ചെയ്യാൻ നിങ്ങളുടെ കൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റേഴ്സും ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ യു ഡോണ്ട് വറി അബൌട്ട്. ക്ലിയർ അല്ലേ നിഹാൽ? ഓക്കെ സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനൗദ്യോഗിക ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജൂലൈയിൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. അതിന്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് വരികയും ചെയ്യും എന്നാണ് ഡേറ്റും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്.
കാരണം നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സും ശരീരവും പതുക്കെ പതുക്കെ, കാരണം ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ, ഒരു വെക്കേഷൻ മോഡിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഒരു 3 മാസത്തോളമായി നമ്മൾ ഇങ്ങനെ ഒരു വെക്കേഷൻ മോഡിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ വെക്കേഷൻ മോഡിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് എങ്ങോട്ട് പോവുകയാണ്, ഇനി ഒരു സ്റ്റഡി മോഡിലേക്ക് നമ്മൾ പതുക്കെ പോവുകയാണ്. ആൻഡ് അപ്പൊ അതുകൊണ്ട് അതിനൊരു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കും നമ്മളെ മൈൻഡും ഒക്കെ അതിന് വേണ്ടിയിട്ടൊന്ന് എന്താ പറയാ, ഒരുങ്ങാനുള്ളൊരു സമയമാണ് ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിന്റെ സമയം എന്നുള്ളത്. സോ കാരണം ഒരു 2-3 മാസമുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും മാറിക്കൊണ്ട് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ ഇങ്ങനെ പതുക്കെ 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 ഒരു ട്രാൻസിഷൻ സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ ഒന്ന് പാകപ്പെടുത്തണം. അപ്പൊ അതിനുള്ള ഒരു ടൈമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ സാധാരണ പറയാറുണ്ട് മത്സരങ്ങൾക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു റിഹേഴ്സൽ നടത്തുമെന്ന്. സോ ജസ്റ്റ് ലൈക്ക് എ റിഹേഴ്സൽ, ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു റിഹേഴ്സലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട് നിങ്ങൾ ഇതിനെ കാണുക. ആൻഡ് ഓക്കെ, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അതെ അതെ, യെസ്, ശ്രദ്ധ ചോദിച്ചത്, യെസ്, 14th, അതെ. സോ വൺസ് അഗൈൻ താങ്ക് യു ഓൾ. Have a good time with you and nice to meet you all, and it's a good pleasure to interact you all. And ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, so we are very excited to see you on 14th. And before that you will have the sessions on upcoming days. അപ്പോൾ അതിലൊക്കെ മുടങ്ങാതെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ആൻഡ് വി വിൽ ഓൾവേസ് വിത്ത് യു. സോ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ have a sound sleep and good night. Assalamu alaikum.